ഉയരം ഏതൊരാളുടെയും വ്യക്തിത്വത്തെ വളരെ അട്രാക്റ്റീവായി തോന്നിപ്പിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതേസമയം ഉയരക്കുറവിന്റെ പേരിൽ ആളുകൾ കളിയാക്കുകയും ചെയ്യും. ഉയരമില്ലായ്മ കാരണം ബോഡി ഷേമിംഗ് അനുഭവിച്ച് സമൂഹത്തിൽ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതൊന്നും ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങളും ഉയരക്കുറവ് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ ഉയരം വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾ ശരിയായ വീഡിയോ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വയസ്സ് 18-ൽ താഴെയോ മേലെയോ ആകട്ടെ, ഈ വീഡിയോ ആർക്ക് വേണമെങ്കിലും കാണാം. കാരണം പലരും പറയാറുള്ളത് 18 വയസ്സോടെ നമ്മളുടെ വളർച്ച മുരടിക്കും, പിന്നെ ഒരാൾ ഉയരം വെക്കില്ല എന്നൊക്കെയാണ്. എന്നാൽ ഈ കാര്യം മുഴുവനായും ശരിയല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഏത് പ്രായത്തിലുള്ള ആളാണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ പറഞ്ഞത്. അതിനാൽ തീർച്ചയായും അവസാനം വരെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇന്റർനെറ്റിൽ തിരഞ്ഞാൽ നിങ്ങൾക്ക് ആയിരക്കണക്കിന് വീഡിയോ ഉയരം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ലഭിക്കും. എല്ലാ വീഡിയോയിലും അവർ ക്ലെയിം ചെയ്യുന്നത് ഇത് കണ്ടാൽ തീർച്ചയായും നിങ്ങളുടെ ഉയരം വർദ്ധിക്കുമെന്നാണ്. പക്ഷെ മിക്കപ്പോഴും അതിലെല്ലാം ആളുകളെ മിസ്ലീഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിറച്ചു വെച്ചിരിക്കുകയായിരിക്കും. ആദ്യം തന്നെ നിങ്ങളുടെ ശരിയായ ഉയരം എത്രത്തോളം ആകാമെന്ന കാര്യം അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. എന്നാൽ ഇതെങ്ങനെ അറിയാൻ സാധിക്കും? പ്രധാനമായും 3 ഘടകങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ഒരു കാര്യം നിശ്ചയിക്കപ്പെടുന്നത്. അതിൽ ആദ്യത്തേത് നമ്മുടെ ജനറ്റിക്സ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള സമയത്ത് തന്നെ നമ്മുടെ ശരീരത്തിലെ ജീനുകൾ വികസിക്കുന്നു. അതിനാൽ നമ്മുടെ ഉയരത്തെ സംബന്ധിച്ച് ജനറ്റിക് ഫാക്ടർ അവിടെ വെച്ച് തന്നെ തീരുമാനിക്കപ്പെടുന്നു എന്നർത്ഥം. രണ്ടാമത്തേത് നമ്മുടെ ഡയറ്റ് ആണ്. ഡയറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണക്രമം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മുടെ ശരീരം നമ്മൾ എന്താണോ കഴിക്കുന്നത് അതിന്റെ പ്രതിഫലനമാണ്. അതിനാലാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനും നമ്മുടെ ഉയരത്തിനും ബന്ധമുണ്ടെന്ന് പറയുന്നത്. നല്ല ഉയരമുള്ള ആളുകളുടെ ഇടയിൽ ജനിച്ചിട്ടും ഉയരം വെക്കാനുള്ള ജീനുകൾ ലഭിച്ചിട്ടും ഉയരമില്ലാത്ത ചിലരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇത് അവരുടെ ഭക്ഷണ രീതികൾ കാരണമാണ്. ഒരു കൃത്യമായ ഭക്ഷണക്രമം മെയിൻറ്റെയിൻ ചെയ്യാനായി നിങ്ങൾ ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തമായി ഡോണ്ട് ലൂസ് യുവർ മൈൻഡ്, ലൂസ് യുവർ വെയിറ്റ് എന്ന ബുക്കിൽ പറയുന്നുണ്ട്. മൂന്നാമത്തെ ഘടകത്തെ മെഡിക്കൽ ഭാഷയിൽ ഗ്രോത്ത് പ്ലേറ്റ് എന്ന് വിളിക്കുന്നു. 18 മുതൽ 20 വയസ്സ് വരെ മാത്രമേ ഒരാൾ വളരുകയുള്ളൂ എന്നൊക്കെ നിങ്ങൾ കേട്ടു കാണും. കാരണം ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ എല്ലുകളുടെയും മറ്റു ടിഷ്യൂസിന്റെയും ഒക്കെ ഗ്രോത്ത് പ്ലേറ്റിന്റെ വളർച്ച സ്തംഭിക്കുന്നു. അതിനാൽ അത് കഴിഞ്ഞാൽ നമ്മുടെ വളർച്ച പിന്നെ സാധ്യമല്ലാതാകുന്നു എന്ന് പൊതുവെ പറയപ്പെടുന്നു. എങ്കിലും അതിന് സാധ്യത ഉണ്ടെന്നാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത്. പക്ഷെ അങ്ങനെ വളരണമെങ്കിൽ നിങ്ങളുടെ ജീനുകൾ വളരെ നല്ലതായിരിക്കണം. ഇനി നമുക്ക് എങ്ങനെയെല്ലാം ഒരാൾക്ക് തന്റെ ഉയരം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് നോക്കാം. നമ്പർ 1, അക്യുപ്രഷർ. നമ്മുടെ ശരീരത്തിലെ അക്യുപ്രഷർ പോയിന്റുകളെ പറ്റി നിങ്ങൾ തീർച്ചയായും കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ നാട്ടിൽ വളരെ പോപ്പുലറായ ഒന്നാണ് അക്യുപ്രഷർ. വാദം പോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് വളരെ ഉപയോഗപ്രദമാണിത്. എന്നാൽ അക്യുപ്രഷർ നിങ്ങളുടെ ഉയരം വർദ്ധിപ്പിക്കാൻ സഹായകമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പക്ഷേ അതിശയം തോന്നിയേക്കാം. നമ്മുടെ ശരീരത്തിലെ ചില പ്രഷർ പോയിന്റുകളിൽ അമർത്തുമ്പോൾ മറ്റു പല നാഡികളും ആക്റ്റീവ് ആകുന്നു. അത്തരത്തിലുള്ള ഒരു പ്രഷർ പോയിന്റ് ആണ് നിങ്ങളുടെ കൈയിലെ തള്ളവിരലിന്റെ അഗ്രഭാഗം. നിങ്ങൾ തള്ളവിരലിന്റെ അറ്റം കാലിന്റെ തള്ളവിരലിന്റെ അറ്റവുമായി അമർത്തിയാൽ നമ്മുടെ വളർച്ചയെയും ഉയരത്തെയും നിയന്ത്രിക്കുന്ന ഗ്രോത്ത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന തലച്ചോറിലെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് ഉണർവ് വരുന്നു. അതിനാൽ ഉടനെ തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്പർ 2, എക്സർസൈസ്. അക്യുപ്രഷർ കൂടാതെ വളർച്ച വെക്കാനുള്ള മറ്റൊരു വഴിയാണ് എക്സർസൈസ്. ഇന്ത്യക്കാരുടെ ശരാശരി ഉയരം കുറയാനുള്ള ഏറ്റവും വലിയ കാരണവും ഇത് തന്നെയാണ്. എക്സർസൈസിൽ തന്നെ കഠിനമായ എക്സർസൈസ് ചെയ്താൽ മാത്രമേ അത് നിങ്ങളുടെ ഉയരം വർദ്ധിക്കാനായി സഹായിക്കുകയുള്ളൂ. വെറുതെ ജിമ്മിൽ പോയി 5 മിനിറ്റ് കാർഡിയോ ചെയ്തതുകൊണ്ടോ 10 മിനിറ്റ് നടന്നിട്ടോ കാര്യമില്ല എന്നർത്ഥം. അതിനാൽ നിങ്ങൾക്ക് ഉയരം വർദ്ധിപ്പിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ ഹൈ ഇന്റൻസീവ് എക്സർസൈസുകൾ ചെയ്യണം. നീന്തൽ, ഓട്ടം, സൈക്ലിംഗ് തുടങ്ങിയവ ഉത്തമമാണ്. നിങ്ങളുടെ വയസ്സ് 18-ൽ താഴെയാണെങ്കിൽ വെറും 20 മുതൽ 30 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഉയരം കുറച്ച് സെന്റിമീറ്ററുകൾ കൂടിയതായി കാണാൻ സാധിക്കും. എന്തിന്റെയെങ്കിലും മുകളിൽ പിടിച്ചു തൂങ്ങിയാൽ ഉയരം വെക്കുമെന്ന് പറഞ്ഞ് കേട്ടു കാണും. അത് മണ്ടത്തരമാണെന്ന് പറഞ്ഞ് ചിരിക്കുന്നവരുമുണ്ട്. എന്നാൽ അങ്ങനെ തൂങ്ങുന്നത് നിങ്ങളുടെ ശരീരത്തിൽ രക്തപ്രവാഹം വേഗതയിലാക്കുന്നു. ഇത് നമ്മുടെ ശരീരത്തെ ഒരു ആക്റ്റീവ് മോഡിലേക്ക് കൊണ്ടുവരികയും ഉയരം വെക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. നമ്പർ 3, ഡയറ്റ് അഥവാ ഭക്ഷണ രീതി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾ എന്താണോ കഴിക്കുന്നത് നിങ്ങളുടെ വളർച്ച അതിനെ ആശ്രയിച്ചിരിക്കും. അതിനാൽ നിങ്ങൾക്ക് ഉയരം വർദ്ധിപ്പിക്കണമെങ്കിൽ മഗ്നീഷ്യം, കാൽഷ്യം, സിങ്ക്, പ്രോട്ടീൻ എന്നിവ ഭക്ഷണത്തിൽ തീർച്ചയായും ഉറപ്പാക്കണം. ഉറങ്ങുന്ന മുന്നേ ഒരു ഗ്ലാസ് പാലിൽ 1 സ്പൂൺ അശ്വഗന്ധ കലക്കി കുടിക്കാവുന്നതാണ്. അശ്വഗന്ധ ആയുർവേദത്തിലെ ഒരു പ്രധാനപ്പെട്ട ഔഷധ ചെടിയാണ്. ഇത് നിങ്ങളുടെ ശരീരത്തിലെ ടെസ്റ്റോസ്റ്ററോൺ വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും മറ്റു പല ഹോർമോണുകളെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. പെൺകുട്ടികൾക്ക് ശതാവരി കഴിക്കുന്നതാണ് ഉത്തമം.
നിങ്ങൾക്കിവ കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഭക്ഷണത്തിൽ ഇലക്കറികൾ ധാരാളം ഉൾപ്പെടുത്തുക. കൂടാതെ പാലും പഴവർഗ്ഗങ്ങളും കഴിക്കാം. ഇതുകൂടാതെ ഡിന്നർ നേരത്തെ കഴിക്കണം. ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുൻപെങ്കിലും അത്താഴം കഴിക്കാൻ ശ്രമിക്കണം. കാരണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഗ്രോത്ത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയില്ല. അതിനാൽ അത്താഴം നേരത്തെ കഴിക്കണം. നമ്പർ 4, നല്ല ഉറക്കം. നല്ല ഉറക്കം നമ്മുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഒന്നാണ്. കാരണം ഉറങ്ങുമ്പോൾ നമ്മുടെ ഉയർച്ചയ്ക്ക് ആവശ്യമായ ഹോർമോണുകൾ ഉൽപ്പാദിക്കപ്പെടുന്നു. ഉറക്കമില്ലാതെ രാത്രി വെറുതെ കിടക്കുന്നത് ശരീരത്തിന് ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല ഒരുപാട് ദോഷവുമാണ്. ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരിക, എപ്പോഴും ക്ഷീണം തോന്നൽ, പകൽ ഉറക്കം തൂങ്ങൽ, എന്തിനും ഒരു ഉഷാറില്ലായ്മ തുടങ്ങിയവയെല്ലാം ഉറക്കക്കുറവ് കാരണം ഉണ്ടാകുന്നതാണ്. അതിനാൽ ഉന്മേഷത്തിനും ഉയരത്തിനും വേണ്ടി നന്നായി ഉറങ്ങണം. നമ്പർ 5, സൂര്യപ്രകാശം. സൂര്യപ്രകാശം നമ്മളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യം വേണ്ട ഒന്നാണ്. നമ്മുടെ നാട്ടിൽ പ്രായമായ ആളുകൾ ചെറിയ കുഞ്ഞുങ്ങളെ പോക്കുവെയിൽ കൊള്ളിക്കുന്നത് കണ്ടിട്ടില്ലേ? അത് അവർക്ക് നല്ല വളർച്ച ഉണ്ടാകാൻ വേണ്ടിയാണ്. വെയിൽ കൊള്ളുന്നത് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ ഉണർത്തുകയും വളർച്ചാ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇത് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട വൈറ്റമിനുകളിൽ ഒന്നായ വൈറ്റമിൻ ഡി വെയിലിൽ നിന്നാണ് ലഭിക്കുന്നത്. ആവശ്യത്തിന് വിറ്റാമിൻ ഡി ശരീരത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഭക്ഷണത്തിൽ നിന്നും കാൽഷ്യം വലിച്ചെടുക്കാൻ കഴിയാതെ വരികയും നമ്മുടെ എല്ലുകൾ ശോഷിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, കൈകാലുകളുടെ ജോയിന്റുകളിലെ കോശങ്ങളെ വർദ്ധിപ്പിക്കാനും വിറ്റാമിൻ ഡി ഉണ്ടായേ തീരൂ. അതിനാൽ ചുരുങ്ങിയത് ദിവസവും 15 മിനിറ്റെങ്കിലും വെയിൽ കൊള്ളാൻ ശ്രമിക്കണം. നമ്പർ 6, അമിതമായ ടെൻഷൻ ഒഴിവാക്കണം. അനാവശ്യമായ ടെൻഷനും സ്ട്രെസ്സും നമ്മുടെ ആയുസ്സിനെ കുറയ്ക്കും. പല ശാരീരിക മാനസിക അസുഖങ്ങൾക്കും വഴിവെക്കുകയും ചെയ്യുന്നു. നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതുള്ളപ്പോൾ വളർച്ച സാധ്യമേ അല്ല. അതിനാൽ നിങ്ങൾ എത്രത്തോളം ടെൻഷൻ അടിക്കുന്നോ അത്രത്തോളം വളർച്ച അസാധ്യമെന്ന സാരം. അതിനാൽ ടെൻഷൻ കുറയ്ക്കണം. നിങ്ങൾക്ക് ഉയരം വെക്കണമെന്ന സത്യസന്ധമായ ആഗ്രഹമുണ്ടെങ്കിൽ ഈ 6 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഉയരം നിങ്ങൾക്ക് ആളുകളുടെ ഇടയിൽ ഷൈൻ ചെയ്യാൻ സഹായിക്കുമെന്നത് ശരിയാണ്. എങ്കിലും ലോകത്തെ എല്ലാ മഹാന്മാരായ ആളുകളും 6 അടി ഉയരമുള്ളവരായിരുന്നില്ല എന്ന് ഓർക്കണം. നിങ്ങളുടെ ഉയരം വലുതോ ചെറുതോ ആകട്ടെ, നിങ്ങളുടെ കർമ്മത്തിലാണ് നിങ്ങൾ വലിയവനും ചെറിയവനും ആകുന്നത് എന്ന് മറക്കാതിരിക്കുക.